പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൊത്തത്തിൽ കറണ്ട് കട്ട് ആകപ്പാട് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് വലിയ ആശങ്ക, ഫുട്ബോൾ കളിക്കിടയിൽ കറണ്ട് പോകുമോ എന്നുള്ളതായിരുന്നു ആശങ്ക. പോയി. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിനിടെ വൈദ്യുതി പോയി. KSEBയുടെ പവർ കട്ടിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. തൃശൂർ എരുമപ്പെട്ടിയിലെ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. നാടിനകത്ത് ആവേശകരമായ സെമി ഫൈനലാണ് നടക്കുന്നത്. അർജന്റീന ഇംഗ്ലണ്ട്. ഈ മത്സരം കാണാൻ ഈ നാട്ടിലെ യുവാക്കളും നാട്ടിലെ മുഴുവൻ ആളുകളും നിൽക്കുന്ന സമയത്ത് കറണ്ട് കെട്ട് ഉണ്ടാകും എന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ KSEB ഓഫീസിൽ ഞങ്ങൾ മര്യാദയായി KSEB എഞ്ചിനീയറെ മുന്നേ വിളിച്ചു. അപ്പോൾ ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കണ്ടോളാനാണ് ആൾ പറഞ്ഞത്. യാതൊരു വിധത്തിലും ആ സംസാരത്തിൻ്റെ പ്രതികരണം ഒരു ഉറപ്പ് തരാത്ത രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടപെട്ടത്. നാടിനകത്ത് ആവേശകരമായിട്ടുള്ള ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ അത് കാണാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സംവിധാനമാണ് കേരളത്തിനകത്ത് ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ലോകം മുഴുവൻ കളി കാണുമ്പോൾ ഞങ്ങളുടെ ഇവിടെ പവർ കട്ട് അങ്ങനെ പറയേണ്ടി വന്നു എരുമപ്പെട്ടിയിലെ മനുഷ്യർക്ക് അല്ലേ? എരുമപ്പെട്ടി കടങ്ങോട് മേഖലയിൽ ഇന്ന് പുലർച്ചെ 12:42 മുതൽ 1:07 വരെയായിരുന്നു പവർ കട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഏകദേശം 25 മിനിറ്റോളം പവർ കട്ട് പ്രഖ്യാപിച്ചിരുന്നു. മത്സരം തുടങ്ങുന്നത് 12:30. 12:30 മത്സരം തുടങ്ങി അല്ലേ? അതും അർജന്റീനയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആദ്യത്തെ ഗോൾ ഇംഗ്ലണ്ട് അടിക്കുന്നുണ്ട്. ഇതൊന്നും അവർക്ക് മിസ്സായിട്ടുണ്ടാവും എന്നുള്ളതാണ്.